നമസ്കാരം. നാടൻ ഫാമിൻ്റെ പുതിരിലെ സ്വാഗതം. ഇന്ന് ഞാനുള്ളത് മഹാരാഷ്ട്രയിലെ ബാരാമതിയിലാണ്. ഇവിടെ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻഡോ ഡച്ച് പ്രോജക്റ്റാണ്. അതിൻ്റെ ഭാഗമായിട്ട് വെജിറ്റബിൾ കൾട്ടിവേഷൻ, പ്രൊട്ടക്റ്റായിട്ട് വെജിറ്റബിൾ കൾട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് നമ്മുടെ സെൻറ്റർ ഫോർ എക്സലൻസ് ആണ്, കൃഷി വിജ്ഞാൻ കേന്ദ്ര ബാരാമതി. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇൻഡോ ഡച്ച് പ്രോജക്റ്റാണ്. ഇത് വലിയ പോളി ഹൗസാണ്. അപ്പോൾ ഇതൊരു റിസർച്ച് പ്രോജക്റ്റാണ്. ഇത് ഇത്രയും വെറൈറ്റീസ് ഇന്നോവേറ്റീവായിട്ട് അവർ ചെയ്യുകയാണ്. ഡച്ച് ബക്കറ്റാണ്. നമുക്ക് വെജിറ്റബിൾസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇത് സ്ട്രോബെറിയാണ് ഇവിടെ നിൽക്കുന്നത്. സ്ട്രോബെറി, ഇത് ക്യാപ്സിക്കം ആണിത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫാനെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് ചെറി ടൊമാറ്റോയാണ്. സെയിം ഇതിൽ തന്നെ ചെറി ടൊമാറ്റോ ചെയ്തിരിക്കുകയാണ്. നല്ല സിസ്റ്റമാണിത്. അപ്പോൾ ഇത് യെല്ലോ വെറൈറ്റിയാണ്. ഓ ഗ്രേറ്റ്, നല്ല രസമുണ്ട്. നല്ല ഈൽഡിങ് ഒക്കെ ഉണ്ടല്ലോ. ഇത് എയറോപോണിക്സ് ആണ് ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്നു. ഇത് വന്നിട്ട് മിസ്റ്റാണ്. ഇതെല്ലാം അടിയിൽ മിസ്റ്റുണ്ട്, കണ്ടോ? നല്ല രീതിയിൽ വേരാണ്, ഇത്രയും വേര് വരുന്നുണ്ട്. ഇതാണ് മിസ്റ്റ് ചെയ്യുന്ന മിസ്റ്റർ. ഇതെല്ലാം ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ടവർ ടൈപ്പാണ്. ഇത് കേർലി പാർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലീഫി വെജിറ്റബിളാണ്. കണ്ടോ? ഇത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ആണ് ചെയ്തിരിക്കുന്നത്. ഇത് വെൽറ്റി റാക്ക് എന്ന് പറയേ, വെട്ടി സ്റ്റാക്ക്. സ്ട്രോബെറി കായെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കണ്ടോ ലെറ്റീസ് നോക്കി, നല്ലൊരു ലെറ്റീസ് നല്ല പാകമായിട്ട് നിൽക്കുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഇതൊരു ട്രാപ്പ് ടെക്നോളജിയാണ്, കണ്ടോ? ഓപ്പൺ കോക്കോപീറ്റ് മാത്രം ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഒരു 3 ട്രയൽ നടക്കുന്നുണ്ട്. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വന്നിട്ട് DW സിസ്റ്റമാണ്, കണ്ടോ? ഇത് ഡീപ്പ് വാട്ടർ കൾച്ചറാണ്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിന് ഓക്സിജൻ വേണം. അപ്പോൾ ഇവർ ഈ ഒരു മെഷീൻ വെച്ചിട്ട് എയർ എടുത്തിട്ട് എയറേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ പൈപ്പ് വഴി നേരെ എയറേഷൻ പോകുന്നുണ്ട് ഇതിനകത്ത്. ഈ പൈപ്പ് വഴി ഇതിനകത്ത് എയറേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഇതൊരു EBB ഫ്ലോ എന്ന് പറയും. ഈ കാണുന്ന ഇതിനകത്ത് പെട്രോൾ ടൈമിൽ ന്യൂട്രിയൻസ് ഉള്ള വെള്ളം നിറയും. വെള്ളം ഈ ഒരു ലെവലിൽ നിറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി തന്നെ ഡ്രഞ്ചായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നഴ്സറിയാണിത്, ഫുള്ള് നഴ്സറിയാണ്. കേട്ടോ, ഇത് ഇവിടെ ഫാനുണ്ട്, വലിയ ഫാനാണ്, എല്ലാം ഓട്ടോമേഷനാണ്. ഇത് ഇൻഡോർ ഗ്രോ ലൈറ്റാണ്. ആർട്ടിഫിഷ്യലി നമ്മൾ ലൈറ്റൊക്കെ വച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇത് NFT ചാനലിനകത്ത് ഇത് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ വീഡിയോകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഇത്. വളരെ നല്ല രീതിയിൽ നമുക്ക് ഫുള്ള് 4 സൈഡ് ഡാർക്ക് ഷെയ്ഡ് നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെയാണ് ബാക്കി സിസ്റ്റം എല്ലാം ഓടുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ ടൈപ്പ് എക്സ്പെരിമെൻറ്റ് നടക്കുന്നുണ്ട്. വളരെ യൂസ്ഫുള്ളാണ് ഫാമേഴ്സിനെ സംബന്ധിച്ചും യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചും. ഓക്കെ, ഇത് ഫുള്ള് ഫിൽറ്ററിങ് സിസ്റ്റമാണ്. ഇത് സാൻഡ് ഫിൽറ്ററുണ്ട്, ഡിസ്ക് ഫിൽറ്ററുണ്ട്, പിന്നെ അത് ഇവിടെ തൊട്ടടുത്ത് ഹൈഡ്രോ സൈക്ലിംഗ് ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വാട്ടർ എല്ലാം നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് ടാങ്കിലോട്ട് പോകുന്നത്. ഇതെല്ലാം വാട്ടറാണ്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു. ഇത് താഴെ ഇതിനകത്താണ് ന്യൂട്രിയൻസ് എല്ലാം പോകുന്നത്. നല്ല ടാങ്കാണ്, വലിയ വലിയ ടാങ്ക് അകത്തുണ്ട്.
ഇത് ഭൂമിക്കടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു റിസർച്ച് പ്ലോട്ടാണ്. ഇത് നല്ല വൈറസ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അവർ ഇത് റിസർച്ച് പർപ്പസ് നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ള ചെടികൾക്ക് വരുന്നുണ്ടോ. അപ്പോൾ ഇവർ ബയോളജിക്കൽ പ്രിവെൻറ്റീവായിട്ടുള്ള മെഷേഴ്സാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു സ്റ്റഡിയാണ്. നല്ലൊരു പ്രൊഫഷണൽ ടീമുണ്ട് വാരാമതിയിൽ. അവരിതെല്ലാം വെച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് ഇവർ നമ്മുടെ കൊമേഴ്ഷ്യൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പം ഫാമേഴ്സിന്, നമ്മുടെ പോലുള്ള ഫാമേഴ്സിന് എന്തൊക്കെ ചെയ്യണമെന്നുള്ള സ്റ്റഡീസ് അവർ ഇതിൻ്റെ റിസൾട്ട് തരും. ഓക്കെ. ഇപ്പം ഈ ബാരാമതിയിൽ വിസിറ്റ് ചെയ്യുന്നത് വളരെ നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. നമ്മുടെ കർഷകർ നോളജ് അപ്ഗ്രേഡ് ചെയ്ത് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം.